പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തൊരു മനസ്സിലാർ. ഇതിൽ നായകനായിട്ട് വരുന്നത് ഇൻട്രോവേർട്സിനെല്ലാം പ്രിയങ്കരനായ നമ്മുടെ പ്രഭാസും അതേപോലെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പൃഥ്വിരാജും. ഇവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറിയാണ് ബേസിക്കലി പടം. വേണ്ടി വേട്ടമൃഗമാകാം, വേട്ടക്കാരനുമാകാം, നിനക്ക് വേണ്ടി മാത്രം. നീ എപ്പോ വിളിച്ചാലും ഞാനിവിടെ എത്തിയിരിക്കും. നമുക്കുണ്ട് ഓരോ ഫ്രണ്ട്സ്. നിനക്ക് എന്നോടൊരു വിശ്വാസക്കുറവുണ്ട്, അത് മാറണം. പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരിക്കലും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നിന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി സുഹൃത്തെ, ക്ഷമിക്കണം. ഈ തിരിച്ചറിവ് നിന്നെ ഉന്നതിയിലെത്തിക്കും. മറ്റുള്ള പടങ്ങളിൽ നിന്നും ഈ പടത്തെ വ്യത്യസ്തമാക്കുന്നത് 2 മണിക്കൂർ 55 മിനിറ്റും ടോട്ടൽ ലെങ്ത് ഉള്ള ഈ പടത്തിൽ വെറും 10 ഡയലോഗ് മാത്രമേ നമ്മുടെ നായകനായിട്ടുള്ള പ്രഭാസ് പറയുന്നുള്ളൂ. ബാക്കി ഫുൾ ആക്ഷൻ ആണ്. മറ്റുള്ള സിനിമകളെ പോലെ കൊണയടിയില്ല, ഡയറക്റ്റ് ഫൈറ്റ്. പക്ഷെ ഒരു ഫൈറ്റ് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. സലാർ ഇത്രയ്ക്ക് മാസമാണെന്നുണ്ടെങ്കിലും 6 മണിയായ 6 മണിക്ക് മുൻപ് വീട്ടിലെത്തണമെന്ന് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതെന്നും നിന്റെ അടുത്ത് വന്ന് പറയണോ? ഇനിയും നീ ഇത് ആവർത്തിച്ച നാളെ തൊട്ട് ചെയ്യില്ലമ്മ. ഒന്നുമില്ലെങ്കിലും ഇത്രയും ഉറപ്പായിട്ടും നമ്മുടെ സലാർ അമ്മയെ അനുസരിക്കുന്നില്ലേ? ഇപ്പോഴത്തെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ? കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരി മരുന്നിനടിമയായ മകൻ കിടപ്പ് രോഗിയായ മാതാവിനെ വെട്ടിക്കൊന്നു. ഇടുക്കിയിൽ മദ്യലഹരിയിൽ മകൻ കിടപ്പ് രോഗിയായ അമ്മയെ തലക്കടിച്ചു കൊന്നു. ഞാൻ സലാർ റോക്കി ബൈക്ക് ഒരേ ഗ്രൂപ്പിൽ പെട്ടതാ. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. നിങ്ങളും ഇതിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കെ. നമ്മുടെ തേവ ഇതിലൊരു ചില്ലറക്കാരനല്ല. ഖാൻസാർ എന്ന കോട്ടയിലെ കുറെ കാട്ടാളന്മാരുടെ കിങ് ആയ നമ്മുടെ ഡാഡി ഗിരിജയുടെ മകനാണ്. സംഗതി ഡാഡി ഗിരിജ പുതപ്പൊക്കെട്ടാണ് നടക്കലെങ്കിലും ഇതിൽ കുറെ വളയൊക്കെ ആയിട്ടാണ് നടക്കല്. പിന്നീട് ഇതിലൊരു സീലുണ്ട്. ആ സീൽ എവിടെ പതിച്ചാലും കസ്റ്റംസ് ഇല്ല, പോലീസ് ഇല്ല, പട്ടാളമില്ല, ആരും ആ വണ്ടി ചെക്ക് ചെയ്യുക പോലും ഇല്ല. ആ സീലൊക്കെ നമുക്ക് കിട്ടിയ ഖാൻസാർ എന്ന കോട്ടയിൽ കാട്ടാളന്മാർക്കിടയിൽ ഒരു ഫൈറ്റ് നടക്കും. അവന്മാരാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് സെറീബിയൻ ആർമി, ആഫ്രിക്കൻ ആർമി, അങ്ങനെ പല ആർമികളെയും കൊണ്ടുവരും. നമ്മുടെ തേവയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റൊരാളെ കൊണ്ടുവരും. ആരടാ ഇവൻ? എപ്പോഴെങ്കിലും വേട്ടക്കാരെ വേട്ടയാടുന്നവനെ കണ്ടിട്ടുണ്ടോ നീ? ഇപ്പൊ കാണാം. എന്തൊന്ന് വേട്ടക്കാരെ വേട്ടയാടുന്ന വേട്ടമൃഗം. ഇങ്ങനെ നമ്മുടെ ഖാൻസാർ എന്ന കോട്ടക്കകത്ത് വേൾഡ് വാർ 3 ആണ് നടക്കാൻ പോകുന്നത്. തേവയുടെ ദയത്ത് ആരെങ്കിലും തൊട്ടാ നിങ്ങളൊന്നും അറിയാതെ പോലും ദേവയുടെ ദയത്തൊന്നും തൊടാൻ പോരുത് കേട്ടാ. പിന്നെ തല പോയാൽ എന്നെ പറയരുത്. ഫ്രണ്ട്ഷിപ്പ് മുതലെടുത്തുകൊണ്ട് ദേവ സെലേറിനോട് പറയും, എനിക്ക് എന്റെ അച്ഛന്റെ സ്ഥാനം വേണം. സെലേർ പിന്നെ ഒന്നും നോക്കില്ല, എന്നാ പിന്നെ അങ്ങേരെങ്ങ് തട്ടിക്കളയെന്ന് പറയും. ഇങ്ങനെ ഒരു വേൾഡ് വാർ 3 ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഈ പടവിടങ്ങ് അവസാനിക്കും. വേൾഡ് വാർ 3 നടക്കാൻ പോകുന്നത് 2nd പാർട്ടിലാണ്.